ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഘാന വ്യാപാരം അടുത്ത 5 വർഷത്തിൽ ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിലെ ധാരണാപത്രത്തിൽ ഇന്ത്യയും ഘാനയും ഒപ്പുവച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 21 മുതൽ ഓഗസ്റ്റ് 21 വരെ ചേരും. സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശം രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. ഇന്ത്യ US ബന്ധം പരസ്പര താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെയും ചലച്ചിത്ര നടന്മാരുടെയും സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്ക് വീണ്ടും നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മേഖലാ അവലോകന യോഗം കോട്ടയത്ത് പുരോഗമിക്കുന്നു. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഘാന വ്യാപാരം അടുത്ത 5 വർഷത്തിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം 300 കോടി അമേരിക്കൻ ഡോളറായതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഘാന സമഗ്ര പങ്കാളിത്തത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചതായും ഘാന പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. हमारा द्विपक्षीय व्यापार $3 बिलियन पार कर चुका है. भारतीय कंपनियों ने लगभग 900 प्रोजेक्ट्स में लगभग $2 बिलियन का निवेश किया है. आज हमने आपसी व्यापार को अगले 5 वर्षों में दोगुना करने का लक्ष्य निर्धारित किया है. भारत के लिए यह गर्व की बात है कि हमारी G20 अध्यक्षता में अफ्रीकन यूनियन को G20 की स्थायी सदस्यता मिली. സാംസ്കാരിക രംഗം, ആയുർവേദം, പരമ്പരാഗത വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ 4 ധാരണാപത്രങ്ങളും ഇന്നലെ ഒപ്പുവച്ചു. ഘാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാന പ്രസിഡന്റ് ജോൺ മഹാമ ശ്രീ മോദിക്ക് സമ്മാനിച്ചു. ഘാന വൈസ് പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ഘാനയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ശ്രീ മോദി തലസ്ഥാനമായ അക്രയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് രാത്രി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തും. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പോർട്ട് ഓഫ് സ്പെയിനിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തിലും അദ്ദേഹം സംസാരിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 21 ആരംഭിക്കും. അടുത്ത മാസം 21 വരെ നീളുന്ന സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശം രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷം കണക്കിലെടുത്ത് ഓഗസ്റ്റ് 13, 14 തീയതികളിൽ സഭ ചേരില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെയും ചലച്ചിത്ര നടന്മാരുടെയും സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്ക് ഇന്ത്യയിൽ വീണ്ടും നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഈ വർഷം മേയിൽ നിരവധി പാകിസ്ഥാനി യൂട്യൂബ് ചാനലുകൾക്കും സമൂഹ മാധ്യമ അക്കൌണ്ടുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. താരങ്ങളുടെ വെബ് സീരീസുകൾ, ചലച്ചിത്രങ്ങൾ, പാട്ടുകൾ, പോഡ്കാസ്റ്റുകൾ തുടങ്ങിയവയുടെ സ്ക്രീനിംഗ് നിർത്തിവെക്കാൻ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. ബിസിനസ് ഇതര ആവശ്യങ്ങൾക്കായി വ്യക്തികൾ എടുക്കുന്ന ഫ്ലോട്ടിംഗ് പലിശ നിരക്കുള്ള വായ്പകളിൽ മുൻകൂർ പിഴ ഈടാക്കുന്നതിൽ നിന്ന് ബാങ്കുകളെയും മറ്റ് വായ്പാദാതാക്കളെയും വിലക്കി റിസർവ് ബാങ്ക്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ മാനദണ്ഡം അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ വരും. പേയ്മെന്റ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾ, അഖിലേന്ത്യാ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഒഴികെയുള്ള വാണിജ്യ ബാങ്കുകൾക്ക് നിർദ്ദേശം ബാധകമാണ്. നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ജനപങ്കാളിത്തം ആവശ്യമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന ദേശീയ സമ്മേളനം ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ വനമേഖലയിൽ ഭീകരവാദികൾക്കായി സുരക്ഷാസേന തിരച്ചിൽ ശക്തമാക്കി. മേഖലയിൽ ഇന്നലെ ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. വനപ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സൈന്യവും CRPFും ചേർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News TVM X ഹാൻഡിലും ലഭ്യമാണ്. 38 ദിവസം നീണ്ടു നിൽക്കുന്ന അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. പഹൽഗാം, ബാൽതാൽ എന്നീ പാതകളിലൂടെയാണ് അമർനാഥിലേക്കുള്ള യാത്ര. മേഖലയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ബാൽതാൽ വഴി 2300 പഹൽഗാമിലൂടെ 3000 തീർത്ഥാടകരുമാണ് യാത്ര നടത്തുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധത്തെ പാകിസ്ഥാൻ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ US ബന്ധം പരസ്പര താൽപര്യങ്ങളിൽ അധിഷ്ഠിതമാണെന്നും മൂന്നാമതൊരു രാജ്യത്തെ അടിസ്ഥാനമാക്കിയല്ലെന്നും അദ്ദേഹം വാഷിംഗ്ടണിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Even today, the central factor in the relationship between India and the United States, it is our complementarity in many ways. It is the benefits that we get from closer relationship that is actually driving it. Big relationships are not forged in terms of third countries and where they fit. I would really urge you to get over the idea that we need to define ourselves vis-a-vis third countries in order to forge ahead somewhere. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് സഹായിച്ചെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ ശ്രീ ജയശങ്കർ നിഷേധിച്ചു. ക്വാഡ് മന്ത്രിതല യോഗത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായും ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരുമായും അദ്ദേഹം ചർച്ച നടത്തി. വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനുള്ള മേഖലാ അവലോകന യോഗങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ യോഗം ഇപ്പോൾ കോട്ടയത്ത് നടക്കുകയാണ്. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, കളക്ടർമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. കോട്ടയം കോഴായിൽ സ്ഥാപിച്ച സയൻസ് സിറ്റിയുടെ 1ാം ഘട്ടം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയാകുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, മന്ത്രി VN വാസവൻ എന്നിവർ മുഖ്യാതിഥികളാകും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 30 ഏക്കറിലാണ് സയൻസ് സിറ്റിയുടെ നിർമ്മാണം. ജൈവ വൈവിധ്യ പാർക്കിന്റെ നിർമ്മാണവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണു. 14ാം വാർഡിലെ ശുചിമുറി ഉൾപ്പെട്ട ഭാഗമാണ് പൊളിഞ്ഞു വീണത്. മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ എന്നിവർ അപകട സ്ഥലം സന്ദർശിച്ചു. ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് ഇടിഞ്ഞതെന്നും ആർക്കും സാരമായ പരിക്കുകൾ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. ബർമിംഗ്ഹാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. ആദ്യ ദിവസം ഇന്ത്യ 5 വിക്കറ്റിന് 310 റൺസ് നേടി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറി മികവിലാണ് ഇന്ത്യയുടെ സ്കോർ 300 കടന്നത്. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ 87 റൺസ് നേടി. 114 റൺസുമായി ഗില്ലും 41 റൺസുമായി ജഡേജയുമാണ് ക്രീസിൽ. ദേശീയ കായിക നയം 2025 സംബന്ധിച്ച് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന മാധ്യമ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പരിപാടിയിൽ രാജ്യത്തെ എല്ലാവരെയും ഉൾച്ചേർത്തുള്ള മികച്ച കായിക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ചർച്ചകൾ നടക്കും. കായികരംഗത്തെ വിദഗ്ധർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. തായ്ലൻഡിൽ നടക്കുന്ന AFC വനിതാ ഫുട്ബോൾ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇറാഖിനെ ഇന്ത്യ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇതോടെ ഏഷ്യൻ കപ്പ് യോഗ്യതയിൽ നിന്ന് ഒരു പടി മാത്രം അകലെയാണ് ഇന്ത്യ. ശനിയാഴ്ച തായ്ലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. 15ാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ തുടക്കം. ഈ മാസം 14 വരെ നടക്കുന്ന ടൂർണമെന്റിൽ 28 ടീമുകൾ മത്സരിക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 6 ദിവസങ്ങളിൽ കേരളം, മാഹി, ലക്ഷദ്വീപ്, കർണാടക, തെലങ്കാന ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനത്തിലും ജീവഹാനിയും നാശനഷ്ടവുമുണ്ടായി. ഈ മാസം 8 വരെ ഹിമാചലിൽ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിൽ സോൻ പ്രയാഗിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിയ 40ഓളം പേരെ സംസ്ഥാന ദുരന്ത നിവാരണ സേന രക്ഷപ്പെടുത്തി. കേദാർനാഥ് ധാമിൽ നിന്ന് മടങ്ങുകയായിരുന്ന സംഘമാണ് ഇന്നലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കുടുങ്ങിയത്. തുടർച്ചയായ മഴയും മണ്ണിടിച്ചിലും യമുനോത്രി, ബദ്രീനാഥ് ദേശീയപാതകളിലെ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഘാന വ്യാപാരം അടുത്ത 5 വർഷത്തിൽ ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിലെ ധാരണാപത്രത്തിൽ ഇന്ത്യയും ഘാനയും ഒപ്പുവെച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 21 മുതൽ ഓഗസ്റ്റ് 21 വരെ ചേരും. സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശം രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു.
ഇന്ത്യ US ബന്ധം പരസ്പര താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെയും ചലച്ചിത്ര നടന്മാരുടെയും സമൂഹമാധ്യമ അക്കൌണ്ടുകൾക്ക് വീണ്ടും നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മേഖലാ അവലോകന യോഗം കോട്ടയത്ത് പുരോഗമിക്കുന്നു. ബർമിംഗ്ഹാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.